ജീവൻ നൽകി നിത്യമായി കാത്തിടും സ്നേഹമേ നിന്നെ ഞാൻ വാഴ്ത്തിടും. ജീവൻ നൽകി നിത്യമായി കാത്തിടും സ്നേഹമേ നിന്നെ ഞാൻ വാഴ്ത്തിടും. ആ കുഞ്ഞുങ്ങളെ നല്ല ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളായി വളർത്തിക്കൊണ്ടുവരുവാൻ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ നിങ്ങളാണ് താല്പര്യപ്പെടുക്കേണ്ടത്. ഇവിടെ ശരിയായ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരാനും അവരെ അവരുടെ ആത്മീയ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കേണ്ടത് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരാണ്. അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അവരെ പഠിപ്പിച്ച അധ്യാപകർക്കും അതുപോലെ തന്നെ അവരെ ഒരുക്കിയ എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകൾ നേരുന്നു. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇനി പരിശുദ്ധമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവരെ സമർപ്പിച്ച് ഈശോയെ സമർപ്പിച്ച് ഈ ബലിയർപ്പിക്കാം. പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ കുറ്റക്കാരനാണ്. അതുകൊണ്ട് ഓരോ മനുഷ്യനും സ്വയം എങ്ങനെയാണ് ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നത് എന്ന് പരിശോധിക്കട്ടെ. കാരണം ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് തന്റെ തന്നെ ന്യായവിധിയാണ്. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് ഇതിനാൽ നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമാവുകയും മറ്റേതെങ്കിലും മരിച്ചു പോവുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കുന്ന ഒരു നിമിഷമാണ് നമ്മുടെ ആദ്യ കുർബാന ദിവസം എന്ന് പറയുന്നത്. ഒരുപക്ഷെ അന്ന് ഏറ്റവും കൂടുതൽ സന്തോഷ ദിവസമാണ്. കാരണം പറ്റുന്നില്ല, ഒരുപാട് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇത്രയും സമ്മാനങ്ങൾ നമ്മുടെ ബന്ധു മിത്രങ്ങൾ കസിൻസ് എല്ലാവരും വരുന്നു, നമ്മളെ അനുമോദിക്കുന്നു, സമ്മാനങ്ങളൊക്കെ തരുന്നു. അപ്പോൾ ഓരോ പൊതിയും പൊട്ടിക്കാനുള്ള വലിയ ആകാംക്ഷയും സന്തോഷവും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ വലിയ ഒരു സന്തോഷത്തിന്റെ ഓർമ്മയുടെ ദിവസം പുതുക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് ഈ കുഞ്ഞുങ്ങളുടെ ആദ്യോപാസം. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വലിയ ആവേശത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ പരിശീലനമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ക്ലാസ്സുകളൊക്കെ വരുമ്പോഴും ഒരു വലിയ ആവേശത്തോടെ ഇപ്പം തന്നെ ഗിഫ്റ്റുകളൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട്. അല്ലെങ്കിൽ വ്യാപനം വരും
കുടുംബം വരുന്നുണ്ട്, ഒരുപാട് അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വലിയ സന്തോഷത്തിന്റെ പങ്കുവയ്ക്കലുകൾ നൽകുകയും ചെയ്യുന്നു. ആ സ്നേഹം എന്നോടൊക്കെ പങ്കുവെച്ച് ഞങ്ങളുടെ വിചാരിച്ചോടും അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനും ഒക്കെ അവർ പലപ്പോഴും തുറന്ന് കാണിക്കുകയും സ്നേഹത്തോടുള്ളവരുടെ പെരുമാറ്റമൊക്കെ ഒത്തിരി സന്തോഷമൊക്കെ നൽകുന്നു. പിന്നെ അതിനോട് വലിയ മമതയില്ലാതിരിക്കും. പക്ഷേ നമ്മൾ ജീവിതത്തിൽ വളരെ ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും സാധനം ഒരുപക്ഷെ ഒരു വാഹനമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിത്തരമായിരിക്കാം. അത് സ്വന്തമായി കഴിയുമ്പോഴത്തേക്കും വലിയ സന്തോഷമുണ്ട്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അതിനോടുള്ള താല്പര്യം കുറയുന്നു, അതൊന്ന് ഇല്ലാതെ പോവുകയാണ്. അത് നമ്മുടെ മനുഷ്യരുടെ ഒരു ബേസിക് നേച്ചർ തന്നെയാണ്. ആ സ്വഭാവികതക്കം വരെ കേടിയ എന്ന് പറഞ്ഞ വാക്ക്, അല്ലെങ്കിൽ ആത്മീയ മന്ദത അല്ലെങ്കിൽ മന്ദോഷ്ണത എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാറ്. പക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇതേപോലുള്ള മന്ദോഷ്ണതകൾ കടന്നു വരാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ ജാഗരൂകതയോടെ വീണ്ടും വീണ്ടും ദൈവത്തെ തേടേണ്ടതും ദൈവത്തെ അന്വേഷിക്കേണ്ടതും നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തെ മനസ്സിലാക്കി ജീവിക്കേണ്ടതും. പ്രസിദ്ധ ഫ്രഞ്ച് ദൈവശാസ്ത്രജ്ഞനായ ഫ്രാൻസിയാണ് നമുക്ക് ഈശോയെ തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈശോയെ ഉത്ഥാനത്തിന് ശേഷം ഈശോയിൽ നിന്ന് അകന്നു പോയ ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് പോകുന്നുണ്ട്. അവർക്ക് ഈശോ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആ വെളിപ്പെടുത്തി കൊടുക്കുന്ന അവസരത്തിൽ ഈശോയുടെ കൂടെ ഇരുന്ന അവരുടെ അവസരങ്ങളാണ് അവർക്ക് ഓർമ്മപ്പെടുത്തലായിട്ട് കൂടെ വന്നത്. ഇന്ന് നമ്മെ സംബന്ധിച്ചും നല്ല ഓർമ്മകള്, ദൈവാനുഭവങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. ആ ദൈവാനുഭവങ്ങളാണ് തീർച്ചയായിട്ടും ദൈവത്തിലേക്ക് കൂടുതൽ നമ്മെ അടുപ്പിക്കേണ്ടത്. നമ്മളതിൽ വളരേണ്ടിയിരിക്കുന്നു. ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഈശോയുമായിട്ട് പങ്കുവയ്ക്കാനിരിക്കും. ഈ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടത് മാതാപിതാക്കളിൽ നിന്ന് ദർശിക്കേണ്ട ഒരു പുണ്യം അത് തന്നെയാണ്. മാതാപിതാക്കൾ എത്രമാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്ന സ്വഭാവമുള്ളവരാണ് അവർ, തീർച്ചയായിട്ടും ആ മക്കളും അത് കണ്ടളപ്പെടും. കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. അവിടെ തീർച്ചയായിട്ടും അവര് അത് കണ്ട് മനസ്സിലാക്കി അവർ ആ സ്വഭാവത്തിലേക്ക് കടന്നു വന്നിരിക്കും. നിന്നോട് കൂടെ ഉണ്ട്, അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുടെ കൂടെ ഇനി അടയാളമുണ്ട്. അതായത് ദൈവത്തിന്റെ വലിയ സംരക്ഷണം അവിടെ ഈശോ പ്രദാനം ചെയ്തു. അതിനുശേഷം അനുഗ്രഹിച്ചുകൊണ്ടാണ് ഈശോ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത്. ഇന്ന് ഈശോ കടന്നു വരുമ്പോൾ ഇതേ അനുഗ്രഹം തന്നെ ഈ കുഞ്ഞുങ്ങൾക്കും നിങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് ലഭിക്കും. നമ്മൾ ഒരുപാട് ബാഹ്യമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ. ഒരുപക്ഷെ നമ്മുടെ ദേവാലയത്തിൽ പോലും ഞങ്ങൾ വലിയ ഒരുക്കം നടത്തി ഈശോയോട് ചേർന്ന് ജീവിക്കുന്നതിന്റെ ശക്തി മനസ്സിലാക്കാനായിട്ട്. ആ ശക്തി മനസ്സിലാക്കാൻ നമുക്കും സാധിക്കണം, ഈ കുഞ്ഞുങ്ങൾക്കും സാധിക്കും. തീർച്ചയായിട്ടും നമുക്കെല്ലാം വിശുദ്ധ സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം. കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, ഈശോയെ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതിന്റെ സഹായകൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം നൽകുകയും ആ പരിശുദ്ധാത്മാവിനാൽ തന്നെ ഞങ്ങളെ നിരന്തരം നവീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. തീർച്ചയായിട്ടും അത് നമുക്ക് ജീവിതത്തിന് അടിസ്ഥാനവും ലക്ഷ്യബോധവും നൽകും. സ്വർഗമാകുന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ നമ്മളെ സഹായിക്കും. നമുക്ക് ഈ കുഞ്ഞുങ്ങളെല്ലാം നന്ദിയോടെ ഓർക്കാം. ഈ കുഞ്ഞുങ്ങളുടെ ഒരുക്കത്തിന് വേണ്ടി സഹായിച്ച ഒരുപാട് പേരുണ്ട്, കൈക്കാരന്മാരുണ്ട്. ദൈവം അപ്പമായി സ്നേഹം എന്നിൽ നിന്ന് ഒരിക്കലും മായാതിരിക്കട്ടെ. എന്റെ ഈശോയെ, അവിടുന്ന് അനവധി നന്മകൾ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു. എന്നെ പോറ്റി വളർത്താൻ സ്നേഹമുള്ള മാതാപിതാക്കളെ നൽകി നല്ലവരായ സഹോദരങ്ങളെയും കൂട്ടുകാരെയും നൽകി. ഇതിനെല്ലാം ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു.
എന്റെ ഈശോയെ അങ്ങയുടെ തിരുവചനങ്ങൾ പഠിപ്പിക്കുകയും നിത്യവും പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും സഭയുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വന്യപിതാക്കന്മാരെയും വൈദികരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകയെ നയിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനെയും കൊച്ചച്ഛന്മാരെയും അങ്ങ് കനിഞ്ഞ് അനുഗ്രഹിക്കണമേ. ഈശോയെ ഈ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളെയും സമർപ്പിത സമൂഹങ്ങളെയും എല്ലാ വിശ്വാസ പരിശീലകരെയും ഞങ്ങളെ ഒരുക്കിയ ഞങ്ങളുടെ ടീച്ചർമാരെയും അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ശിശുക്കളെ അരികിൽ ചേർത്ത് അവരുടെ ശിരസിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ച ഈശോയെ ഈ ലോകത്തിലുള്ള നന്മകളെ പോലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേകിച്ച് ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച ഞങ്ങളെയും തൃക്കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്റെ ഈശോയെ ഞാൻ അങ്ങേയുമായിരിക്കട്ടെ. ദൈവമേ നന്ദി. എല്ലാവരും എടുത്തിട്ട് മാറ്റി. മോൻ അറിയരുത് കേട്ടോ. ഓടിട്ട് പോലെ ഇറങ്ങി സൈഡ് വരുന്നുണ്ട്. ആ കൊച്ചിനെ സൈഡിലോട്ട് മാറാമോ?